ഉടായ്പകളുടെ ഉസ്താദുമാരായിട്ടുള്ള ചില ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഉടായ്പ നമ്പർ 1 മറ്റാരുമല്ല, വണ്ണിന്റെ ഉള്ളി അലറൽ സ്റ്റാർ റോബിൻ രാധാകൃഷ്ണൻ. അടുത്തത് സോഷ്യൽ മീഡിയയിലെ സ്വയം പ്രഖ്യാപിത കോടതിയായ ഡോക്ടർ ഡ്രേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അനന്തു സുജിത്ത്. ഇനിയൊരാൾ കൂടിയുണ്ട്, നമ്മുടെ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള വേദലക്ഷ്മി. അപ്പൊ സംഭവം നടന്നു വെച്ചാണെങ്കിൽ നമ്മുടെ ഡോക്ടർ റോബിൻ ഈ പറയുന്ന വേദലക്ഷ്മിയുടെ സുഹൃത്തായിട്ടുള്ള അബിൽ ദേവിൽ നിന്നും 75 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഡ്രേക്കും ചെയ്തു. റോബിനെ എക്സ്പോസ് ചെയ്യുന്ന വേറെയും വീഡിയോകൾ വരാനുണ്ടെന്നാണ് ഡ്രേക്ക് പറയുന്നത്. അതിനിടയിൽ റോബിൻ എന്തോ BJP കുറ്റം പറയുന്ന ഒരു ഓഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. റോബിൻ കട്ട BJP പ്രവർത്തകനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സമരത്തിലൊക്കെ പങ്കെടുത്ത് പട്ടിച്ചോർക്കിയതൊക്കെ എല്ലാവരും കണ്ടു കാണും. BJP വെച്ച് മുതലെടുപ്പ് നടത്താനാണ് റോബിന്റെ ശ്രമം എന്നാണ് ഇപ്പൊ പരക്കെ അഭിപ്രായം വരുന്നത്. എന്തായാലും തലങ്ങും വിലങ്ങും എല്ലാം മടി വന്നതോടെ ഡോക്ടർ റോബിൻ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയി സംസാരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ലക്ഷ്മിക്കും അനന്ത് സുജിത്തിനും ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്നുള്ളതൊന്ന് കേട്ടോക്കാം. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിന്റെ പേരിലുള്ള എനിക്ക് വന്ന DMഉം മെസ്സേജസും വെച്ചാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചോറ മെസ്സേജസ്. ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിൽ എത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ എനിക്ക് നാളെ ജോലിയുണ്ട്. നിന്നെ പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചു. നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറെ നാള് വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങി തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനയായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026 മുട്ടനാടുകളെ തന്നെ ഒന്നും ആലോചിച്ചിട്ട് കണ്ടേ ചെയ്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിന്റെ ഒരു ശരി. ഓക്കെ, അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പരക്കട്ടെ. ബൈ. ഓക്കെ, റോബിൻ ഒരു മുഴ മുമ്പേ എറിഞ്ഞു എന്നുള്ളതാണ്. അതായത് അനന്തവും ലക്ഷ്മിയും തന്നെ എക്സ്പോസ് ആകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴേക്കും റോബിൻ എന്താക്കി, നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത സമയത്ത് എന്താണ് വിഷയം എന്ന് പോലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് കോമഡി. പക്ഷെ റോബിന് കാര്യം കത്തി, താൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് റോബിന് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വിഷയം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഡിഫമേഷൻ കേസ് കൊടുത്താണ്. എന്തായാലും അടുത്തതായി നമുക്ക് ഇനി അനന്തുവിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം റീലിൽ തീരത്തില്ല. പക്ഷെ ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. റോബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു വല്ല സമരത്തിന് വേണ്ടിയിട്ട് BJPയുടെ മുൻധാരയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് റോബിൻ എന്താണ് BJPയെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എന്നുള്ളത് റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. വൈ BJP എന്ന് ചോദിച്ചെന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രവൃത്തിയാണ് എന്ത്, ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാൻ പക്ക ബിസിനസ്മാൻ ആ സമയത്ത്. മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ. മനസ്സിലായില്ലേ? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. 4 പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും റോബിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലജ് യൂട്യൂബ് വീഡിയോ. അപ്പോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അതെ, ഇവന്റെ ഈ സംഭവമാക്കി കണ്ടിട്ട് ഇവൻ വലിയ പുള്ളിയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. റോബിനെ പോലെ തന്നെ ഒരു ഗജ ഫ്രോഡാണ് ഇവൻ. മറ്റേ എന്റെ കാസറ്റ് അക്കീമില്ലേ, അതുപോലെ ഒരുത്തൻ, അത്രേ ഉള്ളൂ. ഇവനും റോബിനും പണ്ട് നല്ല കട്ട സുഹൃത്തുക്കളായിരുന്നു. ഇവൻ പണ്ട് റോബിനോടൊക്കെ പൈസ കടം ചോദിച്ചിട്ടുണ്ട്. അതിന് വോയിസ് ഒക്കെ റോബിന് പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കേൾപ്പിച്ചു തരാം. റോബിൻ ചേട്ടാ, എന്താണ് വിശേഷങ്ങൾ? ഉഷാറാണോ? എനിക്കറിയാം ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഇച്ചിരി പ്രശ്നമാണെന്നൊക്കെ, പക്ഷെ എന്നാലും ചോദിക്കുകയാണ്. ചെറിയൊരു അത്യാവശ്യം ഒരു 10,000 രൂപ റോൾ ചെയ്യാനുണ്ടോ?
ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? റോബിൻ ചേട്ടാ കുറച്ച് ഫണ്ട് മറിക്കാനുണ്ടാവുമെന്ന് വളരെ വിനയത്തോട് ചോദിച്ച ആ മനുഷ്യനാണ് ഇപ്പൊ വന്നിരുന്നു കഴിഞ്ഞിട്ട് മിസ്റ്റർ റോബിൻ രാധാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ എക്സ്പോസ് ചെയ്യാൻ നടക്കുന്നത്. അല്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവന്റെ കൂടെ നടക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഇവർ നാളെ നിങ്ങളെയും എക്സ്പോസ് ചെയ്യും. എന്റെ കാസറ്റിൽ അബ്ദുൽ ഹക്കീമും ഡോക്ടർ ഡ്രേക്ക് എന്നറിയപ്പെടുന്ന ഇവനും പണ്ട് കട്ടച്ചങ്കുകളായിരുന്നല്ലോ. ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് സകല തോന്നിയവാസങ്ങളും ചെയ്തിരുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഇവൻ എന്താക്കി, ഹക്കീമിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കി. അതിനുശേഷം ഹക്കീം ഇവനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് കുറെ വീഡിയോകളും ചെയ്തു. രണ്ടും കണക്കാണ്. ഇങ്ങനെ രണ്ട് എക്സ്പോസിംഗ് ഫുണ്ടകൾ ഇവന്മാര് പറയുന്നൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റൂല. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട അനന്തുവിന്റെ വീഡിയോയിൽ ഡോക്ടർ റോബിൻ BJP കുറിച്ച് പറയുന്ന ഓഡിയോ കേട്ടില്ലേ? അത് ആണെന്നും പറഞ്ഞ് റോബിൻ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അത് അല്ല. റോബിൻ പറയുന്നതിന് ഫുൾ വോയിസ് ക്ലിപ്പ് ലക്ഷ്മി തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കേട്ടോ നോക്കാം. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ക്ലെബറേറ്റേഴ്സ് പറഞ്ഞു സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോ എന്ത് ചെയ്ത് എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറിലെ സാധനം എടുത്ത് കാണിച്ചപ്പം ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അവരത് ചിന്തിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ. ഇനി ഞാൻ ഈ ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു പൊളിറ്റിക്സ് യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയാന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിച്ചാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഞാൻ പ്രാക്ടീസ് ഇട്ടിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് അതിലൊന്നും ഒരു മടി എന്തില്ല. കാരണം ബ്രോ എഴുതി വെച്ചു ബ്രോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില് മനസ്സിലായ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ വീസിൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മുടെ പ്രവൃത്തിയാണ് എന്ത്. ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാൻ നിങ്ങളെ പോലെ ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം എന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സ്വയം പൊങ്ങിയ റോക്കറ്റ് ഒന്നും പറയണ്ട. അതിന്റെ ഇടയിൽ കൂടെ അവൻ MLA ആയി മന്ത്രിയായി, ഇനി എന്തൊക്കെ കാണണംല്ലേ? എന്തായാലും ഇവൻ BJPയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വർഗീയ പാർട്ടിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ സത്യമായതുകൊണ്ട് ഇവൻ BJPയെ കുറ്റം പറഞ്ഞു എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ബാക്കി പറഞ്ഞ കാര്യങ്ങളാണ് കോമഡി. ഇവന്റെ ഒക്കെ കൊണേടി കേട്ടോണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. കഷ്ടം തന്നെയാണ് കേട്ടോ. അയാള് മൂളി ഒരു വൈക്കായി. എന്തായാലും ഇവിടെ റോബിൻ പൈസ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. അത് സത്യം തന്നെയാണ്. റോബിന്റെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എല്ലാം അത് വ്യക്തമാണ്. പക്ഷെ റോബിന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ തനിക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്നാണ്. കേസ് കൊടുക്കാൻ വിളിച്ചും തന്തയ്ക്ക് വിളിച്ചു കൊണ്ടുമൊക്കെയുള്ള റോബിന്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. ബ്രോ ഇതെല്ലാം ഓക്കെ ബ്രോ, ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 75 ലക്ഷം രൂപ കൊടുക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയും. ഇപ്പൊ കൊടുക്കണം. ഒറ്റ തന്തയ്ക്ക്, അത്രേ ഉള്ളൂ. ഒറ്റ തന്തയ്ക്ക്, അവന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ കേസ് കൊടുക്കാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അബിൽ ദേവിന്റെ പേരിൽ അബിൽ ദേവിന് 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കേസ് കൊടുക്കാൻ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, മനസ്സിലായില്ലേ? അവനുള്ള ലീഗൽ നോട്ടീസും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് അവനെന്നെ അയച്ചു കൊടുത്തോ, മനസ്സിലായില്ലേ? എന്തായാലും ഞാൻ ഒരു പ്രസ് മീറ്റ് എന്തായാലും വിളിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്റെ കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട്. അപ്പം ഒറ്റ തന്ത അബിൽ ദേവിന് ഒറ്റ തന്ത ഉള്ളെങ്കിൽ ഒരു അബിൽ ദേവിന്റെ പേരിൽ പോയി ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഇപ്പൊ കൊടുക്കാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കണക്കിന് അയക്ക്. അബിൽ ദേവ് ജെന്യൂൻ ആണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിത്ത് പ്രൂഫ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് അബിൽ ദേവിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ്. അബിൽ ദേവിന് ഒറ്റ തന്ത ഉള്ളെങ്കിൽ കൊടുക്കാൻ പറയാം. ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം.
ഇവൻ അഗൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ട് ഇവൻ അവിടെ വന്നില്ല, മനസ്സിലായില്ലേ? ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്നില്ല വിളിച്ചിട്ട്. ഇവൻ അന്ന് മറ്റേ റോയ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് വന്നില്ല, മനസ്സിലായില്ലേ? ആ കേസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, ലീഗൽ നോട്ടീസും കാര്യങ്ങളെല്ലാം ഇതുവരെ DGPക്ക് ഫോർവേഡ് ചെയ്തു ഇവിടുന്ന്. ഞാൻ അതിനാണ് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയത്, മനസ്സിലായില്ലേ? അടുത്ത് ഇനി അഡ്വക്കേറ്റ് ഉൾപ്പെടെ വന്നിരുന്ന് പ്രസ് മീറ്റ് വിളിക്കാൻ പോയി വിത്ത് ഓൾ എവിഡൻസ്, മനസ്സിലായില്ലേ? അതാണ് അവൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ഒറ്റ തന്തയുള്ളൂ. അവന്റെ അമ്മേനെ ഒറ്റ ഒരുത്തനാണ് ഊക്കിയിട്ടുള്ളെങ്കിൽ പറയാം പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറയും. ഇല്ലെങ്കിൽ അവൻ തന്തയില്ലാത്തവനാ, മനസ്സിലായില്ലേ? ഞാനിത് പറയുന്നുണ്ടോ? എന്തോ ഒരു തന്തയ്ക്കുള്ളിയാണ് ചങ്ങായി ഇത്. കഷ്ടം തന്നെ കേട്ടോ. പൈസ കടം കൊടുക്കുകയും ചെയ്തു, എന്നിട്ടും ഇവന്റെ ഒക്കെ തന്തയ്ക്കുള്ളി കേൾക്കുകയും വേണമെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എന്തൊരു കഷ്ടമാണല്ലേ. റോബിൻ പിന്നെ പണ്ട് ഉടായിപ്പാണെന്നുള്ള കാര്യം അങ്ങാടി പാട്ടായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കഴിവുകളോ ഗുണങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ, വെറുതെ കിടന്ന് അലറാൻ മാത്രം അറിയാം. ഇതെന്താണെന്നറിയോ, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആ ഫെയിം നിലനിർത്താൻ വേണ്ടി ഇവന് സകല കളികളും കളിക്കാൻ നോക്കി. സിനിമയിൽ അഭിനയിക്കാൻ നോക്കി, രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കി, ബിസിനസ് ചെയ്യാൻ നോക്കി, അങ്ങനെ സകല അടവുകളും ഇവന് പറ്റി നോക്കി. പക്ഷെ ഇവന് യാതൊരു കഴിവില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ചീറ്റിപ്പോയി. പിന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവനിങ്ങനെ ഒട്ടും കുറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ വലിയ ആളായിട്ട് മെയിൻ ആയിട്ട് നടക്കണമല്ലോ. കാരണം ഇവന് PR ചെയ്തുണ്ടാക്കി വെച്ച ഒരു ഇമേജ് അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെ നടക്കണമെങ്കിൽ നല്ല പൈസ വേണം. അങ്ങനെ കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാതെ ലാസ്റ്റ് ഇപ്പൊ പണി കിട്ടി. അതാണ് ഉണ്ടായത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം ഇവനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 40 മിനിറ്റ് ലെങ്ത്തിൽ ഒരു വീഡിയോ ആണത്. ഞാനത് മുഴുവനും കാണിക്കുന്നില്ല, അതിലെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം. ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഞാൻ ബേസിക്കലി ഡോക്ടറാണ്. ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനാൻഷ്യൽ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് വരെ വന്നത്. ബിഗ് ബോസിന് ശേഷമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2024 ചെറിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവർക്കും വരുന്നത്, അത് അംബാനി തൊട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഫണ്ട് ചിലപ്പം നമുക്ക് കുറവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നടക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം, ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ്. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിന്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളെ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറിന്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ എൻ്റെ മാരേജിന്റെ ദിവസമായതാണ് എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്തെങ്കിലും ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബൊട്ടീക്കിൽ വരുന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽ ദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിന്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദില നോറയ്ക്ക് അഗൻസ്റ്റ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഇയാളൊരു ഫ്രണ്ട് അല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പം ഞാൻ ചിന്തിച്ച് വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലി ഉള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഈ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വോയിസോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല, മനസ്സിലായില്ല. കാരണം നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന കാണെങ്കിൽ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതിന്റെ ഇന്റൻഷൻ ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ കണക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പോൾ ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല. ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട്, ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല.
അതേപോലെ പല പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല പല അക്കൗണ്ടിലേക്ക് പറയും. ശരി, ഞാൻ അപ്പൊ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ്, ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിനു മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുടെ, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഇന്നേ വരെ, ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഓക്കെ, ഈ സെക്കൻഡ് വരെയും ഈ പുള്ളിക്കാരി എന്താ ആവശ്യപ്പെടുന്നത്, പുള്ളിക്കാരിക്ക് ഞാൻ ഫണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് വരെയും പുള്ളിക്കാരിയുടെ ചാറ്റിൽ എനിക്ക് പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല. എന്തുകൊണ്ട് അയച്ചു തന്നില്ല? ഇപ്പൊ പുള്ളിക്കാരിക്കാണ് ഫണ്ട് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാണ്. അത് മാത്രമല്ല, ഈ അബിൽ ദേവനും വേദലക്ഷ്മിക്കും അഗേൻസ്റ്റ് ഇതിനു മുന്നേ എന്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ്, ഈ പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്ത്, ഞാൻ ഇലക്ഷന്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ച് വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. അവിടെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വേദലക്ഷ്മിയാണ്, അത് CCTV ഉണ്ട്, അബിൽ ദേവാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരി വേദലക്ഷ്മി പൊളിറ്റിക്കലി എന്നെ പറ്റി സ്റ്റോറീസ് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടു. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പുള്ളിക്കാരൻ എന്തോ 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു 36 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് 45 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം എന്ന്. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇലക്ഷന് പോയ സമയത്ത് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് ഒരു കാശ് പോലും ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഞാനും മേടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഏകദേശം കിടപ്പുവശം മനസ്സിലായല്ലോ അല്ലെ. റോബിൻ ഈ പറയുന്ന അബിൽ ദേവിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. അതിന് തെളിവായിട്ട് അബിൽ ദേവ് റോബിന്റെ വീഡിയോകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇത്ര കാശ് വാങ്ങിയെന്ന് റോബിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന വീഡിയോകൾ അബിലിന്റെ കൈവശമുണ്ട്. ഇതെല്ലാം റോബിൻ സമ്മതിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന ആരോപണത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി റോബിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മിയും അബിൽ ദേവും മറ്റു പലരുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അയച്ചു തന്നിട്ടുള്ളത്. ഞാൻ ആ അക്കൗണ്ടുകളിലേക്കെല്ലാം പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്തായാലും റോബിന്റെ സ്വഭാവം വെച്ച് ഇനിയും ഇഷ്ടംപോലെ പൈസ തിരിച്ചു കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് ാണല്ലോ ലക്ഷ്മിയും അബിൽ ദേവും ഇപ്പൊ ഇങ്ങനെ ചില നീക്കങ്ങൾ നടത്തിയത്. എന്തായാലും വന്നവരും നിന്നവരും എല്ലാവരും ഉടായ്പ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് നമ്പാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.